നമസ്കാരം. ഓഗസ്റ്റ് 29 കർക്കിടകം രാശിയിൽ ബുധൻ ഉദിക്കുകയാണ്. നിലവിൽ ബുധൻ കർക്കിടകം രാശിയിലാണ് ഉള്ളത്. കർക്കിടകം രാശിയിൽ വക്രഗതിയിലാണ് ഇപ്പോൾ ബുധൻ ഉള്ളത്. ഇതേ രാശിയിൽ ബുധൻ നേർരേഖയിൽ സഞ്ചരിക്കുകയും ഉദിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ബുധനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഇടവം രാശിയുടെ 3ാമത്തെ ഭാവത്തിലാണ് ബുധൻ നേർരേഖയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ചില മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വന്നു ചേരാം. പ്രധാനമായും ചില അനുകൂലമായ ഫലങ്ങൾ, കരിയറുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതോടൊപ്പം ചില കാര്യങ്ങൾ ഇവർക്ക് അവസരങ്ങളായി വന്നു ചേരാം. വളരെയധികം പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ജോലിയിലുള്ള മികവ് തെളിയിക്കുവാനും അത് മറ്റുള്ളവരിൽ പ്രശംസ നേടിത്തരുവാൻ സഹായകരമായി തീരും. അഥവാ മറ്റുള്ളവരുടെ പ്രശംസ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഉന്നതമായ പദവിയും ശമ്പള വർധനവും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം നേടിയെടുക്കുവാനുള്ള അവസരം തന്നെ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില ഡീലുകൾക്ക് അനുകൂലമായ സമയമാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എതിരാളികളുമായി ബന്ധപ്പെട്ട് പൊതുവിൽ നിങ്ങൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് എതിരാളികൾക്ക് മേൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അധിക ലാഭം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളും മുൻപ് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതിൽ നിന്നും ലാഭം നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവപ്പെടുന്നതായ അവസരങ്ങളും കടന്നു വരാം. കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നേറുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് മികച്ചതായി തുടരുവാനുള്ള സാധ്യതകൾ, അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. അത്തരത്തിൽ വളരെ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ നേർരേഖയിലൂടെയുള്ള ഈ സഞ്ചാരം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി മാറും എന്ന് തന്നെ പരാമർശിക്കാം. ഏറെ കാലമായി പൂർത്തീകരിക്കുവാൻ സാധിക്കാതിരുന്ന ചില കാര്യങ്ങൾ, ചില ജോലികൾ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആഗ്രഹങ്ങൾ അത് സഫലമാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സമ്പാദ്യം അല്പം വളർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ, ഡീലുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ, ഓർഡറുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം തൃപ്തി നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ തൃപ്തികരമായ കാര്യങ്ങളിലേക്ക് വന്ന് ഭവിക്കും. ആരോഗ്യം പൊതുവെ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം
ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ക്ഷോഭം അല്പം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിയിൽ ജനിച്ചിട്ടുള്ളവർക്കും കന്നി രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കാരണം ബുധൻ കർക്കിടകത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത് ഈ രാശിക്കാർക്ക് ലാഭകരമായി തീരും, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവരുടെ 11ാമത്തെ ഭാവത്തിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. ആരോഗ്യം വളരെ തൃപ്തികരമായി തുടരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയമായി തന്നെ മാറും. കൂടാതെ കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ പ്രകടമാകുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അത് ചെറുകിട കച്ചവടക്കാർക്കാണ്. എന്നിരുന്നാൽ പോലും അവർക്കും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് പറയാം. അത്തരത്തിൽ പലവിധ ദോഷകരമായ കാര്യങ്ങളെയും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബിസിനസ് പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ചില തർക്കങ്ങൾ ഒഴിവാക്കി ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. കടബാധ്യതകൾ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. അതോടൊപ്പം സഹായധനം അല്ലെങ്കിൽ സഹായമായി അഭ്യർത്ഥിച്ചിട്ടുള്ള ധനം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് സമയം. എന്നാൽ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുക. സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ പ്രേരണയാൽ കാര്യങ്ങൾ ചെയ്യാതെ സ്വയം നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്.